ഇടുക്കി എങ്ങനെയായിരിക്കും? ഇടുക്കിയിൽ ഇത്തവണ UDF മുന്നേറുമെന്നാണ് പുറമെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി എന്ന് പറഞ്ഞ സീറ്റിൽ ആദ്യമായിട്ട് വളരെ കാലം കൂടി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു, റോയി കെ പൗലോസ്. അതുകൊണ്ട് വലിയ ഇളക്കി മറിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. റോഷി അഗസ്റ്റിന് അടിയാവുമെന്ന് കേൾക്കുന്നു. പക്ഷേ റോഷി അഗസ്റ്റിനെ അത്ര പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റില്ല. സീസൺഡ് ഫൈറ്ററാണ്. മണിയില്ലെങ്കിലും ഉടുമ്പൻചോലയിൽ CPM ജയിക്കാനുള്ള സാധ്യത. KK ജയചന്ദ്രൻ കുറച്ചും കൂടി വലിയ ഫൈറ്ററാണ്. ഈ PJ ജോസഫ് മകനെ കളത്തിലിറക്കിയത് മകൻ ജയിക്കും. കാരണം എന്താ വെച്ചാൽ മകൻ അച്ഛൻ മാറിയല്ലോ എന്നുള്ള ആഗ്രഹം അല്ല, അത് മാത്രമല്ല മകൻ കുറച്ചുകൂടി സെൻസിബിളാണ്. പിന്നെ എതിർ സ്ഥാനാർത്ഥി വളരെ വീക്കാണ്. എതിർ സ്ഥാനാർത്ഥി വളരെ ദുർബലനാണ്. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. നമുക്ക് അടുത്ത എറണാകുളം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എറണാകുളം ഈ മലപ്പുറത്തിന്റെ വേറൊരു കോൺഗ്രസ് വേർഷൻ. കോൺഗ്രസ്സുകാരുടെ വളരെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചെങ്കിലേ ഉള്ളൂ. അല്ല, അതെ, വല്ലതൊക്കെ വീണ് കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അത് അല്ല, പ്രധാനമായിട്ട് മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കളമശ്ശേരിയാണ്. പി രാജീവ് ജയിക്കാൻ സാധ്യത. പിന്നെ അനൂപ് ജയിക്കും. അപ്പൊ 2 സ്ഥലമല്ലേ ഉള്ളൂ അവർക്കുള്ളൂ. അല്ല, അവർ കയ്യിലിരിക്കുന്ന സീറ്റ് കോതമംഗലമാണ്. കോതമംഗലത്ത് ആന്റണി ജോൺ സിറ്റിംഗ് MLA. പിന്നെ കൊച്ചിയിൽ KJ മാക്സി സിറ്റിംഗ്. 4 സീറ്റാണ് കയ്യിലുള്ളത്. പിന്നെ ഒന്ന് കുന്നത്ത് നാടാണ്, അത് സ്വാഹ. കുന്നത്ത് നാട് സജീന്ദ്രൻ തന്നെ ജയിക്കാനുള്ള സാധ്യത. അപ്പം അതാണ് എറണാകുളം ജില്ല. എറണാകുളം മലപ്പുറത്തിന്റെ കോൺഗ്രസ് വേർഷനാണ്. കോട്ടയം അതുപോലെ തന്നെ. കോട്ടയം UDF ജില്ലയാണ്. കോട്ടയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും നിരാക്ഷേപമായിട്ട് ജയിക്കും. പിന്നെ പാലായിൽ മാണി സി കാപ്പൻ. ജോസ് കെ മാണി സാധ്യതയില്ലേ? മാണിയുടെ സാധ്യത വളരെ കെ മാണി ഷോൺ ജോർജും തമ്മിലാണ് മത്സരം. പക്ഷേ ജോസ് കെ മാണി അവിടെ പോയി നിൽക്കേണ്ട മത്സരം കാര്യമില്ലായിരുന്നു. കടുത്തുരുത്തിയിലും ബുദ്ധിമുട്ടാണ്. കടുത്തുരുത്തിയിൽ മോൻസ് സ്ട്രോങ് വിക്കറ്റിലാണ്. മാണി സാറ് പോലും 5000 താഴെ ഒരുപക്ഷെ മിക്കവാറും പോലും ഉണ്ടായിട്ടുള്ളൂ. അതും CPM-കാർ വോട്ട് കിട്ടും, അറിയാമല്ലോ. അതെ, ലാലിച്ചന് കാശ് കൊണ്ട് കൊടുക്കുന്നൊക്കെ നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥി വീക്കാണ്. ആരുടെ? കോൺഗ്രസിൻ്റെ. പൂഞ്ഞാറിൽ ട്രയാങ്കുലർ ഫൈറ്റാണ്. അതും നമുക്ക് പ്രവചിക്കാൻ പറ്റും. PC സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. PC വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസം കുറഞ്ഞുകൊണ്ട് പുള്ളി തോക്കില്ല. ആത്മവിശ്വാസം അല്ലല്ലോ ആണ് മാനദണ്ഡമെങ്കിൽ. അതെ, പുള്ളി ജയിക്കും. അല്ല, പുള്ളി ആത്മവിശ്വാസം ജനപിന്തുണയുണ്ട്. പിന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇത്തവണ നിൽക്കുന്നത്. അപ്പോൾ ആ വോട്ടും കൂടി പ്രതീക്ഷിക്കാം. കുറച്ചൊരു ക്രിസ്ത്യൻ വോട്ടും BJP വോട്ടും ഉണ്ട്. പക്ഷെ മുസ്ലിങ്ങളുമായിട്ട് ഇഷ്യൂ ഇപ്പോഴുണ്ട്. അതിപ്പോഴുണ്ട്. മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടും. അത് ഒന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടും, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിന് കിട്ടും. പുള്ളിക്ക് പണ്ട് കിട്ടിക്കൊണ്ട് കളഞ്ഞ. അതുപോലെ തന്നെ പിന്നെ ഏറ്റുമാനൂരാണ് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം. അവിടെ നാട്ടകം സുരേഷ് മറ്റേ വാസവന് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ട് ഏറ്റവും അവസാനം വാസവൻ തന്നെ ജയിക്കും. ഒന്നാമത് മണ്ഡലം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ്. വാസവൻ അത്ര ശക്തനാണ്. എല്ലാ ലൂക്ക് ആൻഡ് കോർണറും വാസവൻ എത്തുമായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊരു ഈ വിമതന്മാരെ കുറിച്ച് എന്താണ്? നമ്മളിപ്പോൾ മന്ത്രിമാരെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു.